ജില്ലാതല വികലാംഗ ദിനാചരണം മുട്ടം റൈഫിൾ ക്ലബ്ബിൽ നടന്നു. കലാകായിക മത്സരങ്ങൾ, പൊതുസമ്മേളനം എന്നീ പരിപാടികളോടെയാണ് ദിനാചരണം നടത്തിയത്. ജില്ലയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒട്ടനവധി പേർ മത്സരങ്ങളിൽ പങ്കെടുത്തു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല സ്റ്റീഫൻ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. ലയൺസ് ക്ലബ്ബ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോ ജോസഫ് അധ്യക്ഷനായിരുന്നു. പ്രേംരാജ്, ജയപാൽ തുടങ്ങിയവർ സംസാരിച്ചു. കുട്ടികളുടെ കലാപരിപാടികൾ പലപ്പോഴും ഇവിടെ ഇപ്പോൾ ലയൺസ് ക്ലബ്ബ് നമ്മളെ പിന്തുണയ്ക്കുന്ന, നമ്മളെ സഹായിക്കുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെ പറയുകയുണ്ടായി. കുറെ വർഷങ്ങളിൽ ഞാൻ ഓർമ്മിക്കുന്നു, തൊടുപുഴ ലയൺസ് ക്ലബിന്റെ മുറ്റത്ത് വെച്ചായിരുന്നു കുഞ്ഞുങ്ങളുടെ മത്സരങ്ങൾ നടത്തപ്പെടുക. മിക്കവാറും വർഷങ്ങളിൽ ഞാൻ തന്നെ അവിടെ തന്നെ ഇരുന്ന് ഇത് കാണുവാനും കേൾക്കുവാനും ഒക്കെ എനിക്ക് അവസരം ലഭിച്ചിട്ടുണ്ട്. എല്ലാ വർഷവും ഡിസംബർ 3 കടന്നു പോകുമെങ്കിലും ഒരു വർഷം കേരള മനസാക്ഷിയെ മുഴുവനും ആകർഷിച്ച ഒരു സംഭവം ഒരുപക്ഷെ ഇവിടുത്തെ സിസ്റ്റേഴ്സിന്റെ അധ്യാപകരുടെയൊക്കെ മനസ്സിലുണ്ടാവും. 6-7 വർഷം, ഞാൻ വർഷം ഓർക്കുന്നില്ല, എന്തായാലും 6-7 വർഷക്കാലം മുമ്പാണ് കോട്ടയത്ത് വെച്ച് നടന്ന, ഞാൻ മിക്കവാറും എല്ലാ വർഷങ്ങളിലും പറയുകയും ചെയ്യും, കാരണം ആ ഫോട്ടോ കേരള മനസാക്ഷിയെ അത്രമാത്രം ടച്ച് ചെയ്തിരുന്നു, അല്ലെങ്കിൽ സ്പർശിച്ചിരുന്നു. ലോക വികലാംഗ ദിനത്തോടനുബന്ധിച്ച് കോട്ടയത്ത് വെച്ച് നടന്ന മത്സരത്തിൽ ആണെന്നാണ് എന്റെ ഓർമ്മ. ഓട്ട മത്സരത്തിൽ കൂടെ ഓടിയ സഹപാഠി ഓടിപ്പോയി ഇത്തിരി മുമ്പോട്ട് കടന്നപ്പോഴാണ് അറിയുന്നത് തന്റെ കൂടെ ഓടിയ ആള് പുറകിൽ വീണ് കിടക്കുന്നു. ഉടൻ തന്നെ പുറകോട്ട് മത്സരിച്ച് ഓടിയാൽ ചിലപ്പോൾ വിജയിക്കാനുള്ള ചാൻസസ് ഉണ്ടായിട്ടും പുറകോട്ട് ഓടി വന്ന് സഹോദരനെ, ഒരമ്മയുടെ മക്കളല്ല എങ്കിൽ പോലും കൈപിടിച്ച് ഉയർത്തി കൂട്ടത്തിൽ ഓടിച്ചുകൊണ്ട് പോകുവാൻ കാട്ടിയ സന്മനസ് ഈശ്വരൻ മുഴുവനും അവയവങ്ങളും ഒരു കുഴപ്പമില്ലാതെ നൽകിയിട്ടുള്ള നമുക്കാർക്കും തോന്നുന്നതല്ല. സ്വപ്നം തേജിച്ചാൽ സ്വർഗം ലഭിക്കും, ദുഃഖം മറന്നാൽ ശാന്തി ലഭിക്കും. തൊടുപുഴ BRCയുടെ കീഴിലുള്ള സ്കൂളുകളിലെ കുട്ടികളെ ഉൾപ്പെടുത്തി കുമാരമംഗലം ഗവൺമെന്റ് LP സ്കൂളിൽ വികലാംഗ ദിനം ആചരിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സെലിൻ ജെറോമിന്റെ അധ്യക്ഷതയിലായിരുന്നു പരിപാടി. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീലമ്മ ജോസ് ഉദ്ഘാടനം ചെയ്തു. DEO KK രാജൻ മുഖ്യപ്രഭാഷണം നടത്തി. നമുക്കറിയാം, നമ്മുടെ ഒരു കൈയിലെ വിരലുകളെ നോക്കിയാൽ അത് നീളത്തിലും വലിപ്പത്തിലും ആകൃതിയിലും എല്ലാം വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത് പോലെ നമ്മളിലും ചില വ്യത്യസ്തപ്പെട്ട രീതിയിലാണ് കാണപ്പെടുന്നത്. ഇവരെ നമുക്ക് സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരേണ്ടത് നമ്മുടെ എല്ലാവരുടെയും കടമയാണ്. നമ്മൾ വികലാംഗർ, നമ്മുടെ മാത്തൻ സാർ പറഞ്ഞ പോലെ ഇപ്പോൾ വികലാംഗർ എന്ന് പറയുവാൻ പറ്റുകയില്ല, പാർശ്വവൽക്കരിക്കപ്പെട്ടവർ. അതായത് നമ്മളിൽ നിന്നെല്ലാം ഓരോ രൂപത്തിലും ഭാവത്തിലും ആകൃതിയിലും എല്ലാം വ്യത്യസ്തപ്പെട്ട കുട്ടികളുണ്ട്, അല്ലെങ്കിൽ പ്രായം ചെന്നവരുണ്ട്. അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. നമ്മുടെ മുൻപിലിരിക്കുന്ന ചില കുട്ടികളെ നോക്കിയാൽ അത് കാണാൻ സാധിക്കും. നമുക്കൊന്ന് ചിന്തിക്കാം, അവരിൽ ഒരാൾ നമ്മളായിരുന്നു എങ്കിൽ എന്തായിരിക്കും? നമ്മൾക്ക് ആ ചിന്തയുണ്ടെങ്കിൽ ഇവരെ സമൂഹത്തിന്റെ, അല്ലെങ്കിൽ വിദ്യാഭ്യാസത്തിനും സമൂഹത്തിനും അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ നമ്മൾ അക്ഷീണം പരിശ്രമിക്കും എന്നുള്ളതാണ്. ഇന്നത്തെ ഗവൺമെന്റ് വികലാംഗർക്ക് പല ധനസഹായങ്ങളും നൽകുന്നുണ്ട്. അതെല്ലാം നമ്മൾ മാതാപിതാക്കൾ നേടിയെടുക്കേണ്ട ചുമതലയുണ്ട്. ചില മാതാപിതാക്കൾക്ക് അത് അറിയുകയില്ല എന്താണ് എന്ന്. പക്ഷെ അത് നമ്മൾ അറിവുള്ളവർ, അതായത് പഞ്ചായത്ത് മെമ്പർമാർക്കറിയാം. അവർ നമ്മളുടെ വാർഡിലുള്ള, അല്ലെങ്കിൽ നമ്മുടെ പഞ്ചായത്തിലുള്ള വികലാംഗരായ കുട്ടികളുണ്ട് എങ്കിൽ അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുക്കുകയും അതുപോലെ തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യേണ്ടതാണ്. തൊടുപുഴ നഗരസഭയിലെ TB വെയർഹൌസ് റോഡ് റീടാർ ചെയ്യുന്നത് വൈകിക്കുന്നു എന്ന് ആരോപിച്ച നാട്ടുകാർ റോഡിൽ വാഴ നട്ട് പ്രതിഷേധിച്ചു.
നഗരസഭ 6-7 വാർഡുകൾ വിഭജിച്ച് കടന്നുപോകുന്ന റോഡ് നന്നാക്കിയിട്ട് 3 വർഷത്തിലേറെയായി. ടാറിംഗ് തകർന്നതിനെ തുടർന്ന് നാട്ടുകാർ പ്രതിഷേധിക്കുകയായിരുന്നു. ഇരുചക്രവാഹനക്കാർ മറിഞ്ഞു വീണ് എത്ര നിരവധി അപകടങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടെ ഉണ്ടായത്. ഈ മണലിൽ ഈ റോഡിൽ വളവിൽ വണ്ടികൾ പല വണ്ടികളും യന്ത്രത്തകരാൻ മൂലം കേടായി കിടക്കുന്ന അവസ്ഥ ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഒത്തിരി കാണാനിടയായി. ഇന്ന് ഞങ്ങൾ സാമ്പിളായിട്ട് എല്ലാവരും സൗകര്യാർത്ഥം ഞങ്ങൾ 2 കുഴിയിലാണ് ഇപ്പോൾ വാഴ വെച്ചത്. നാളെ അടുത്ത ദിവസങ്ങൾ ബാക്കി കുഴികളും കൂടെ ഓരോരുത്തർ സ്പോൺസർ ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ഓരോ വാഴവിത്തും ചേമ്പും കാച്ചിലൊക്കെ ഓരോരുത്തർ പറിച്ച് വീട്ടിൽ വെച്ചിട്ടുണ്ട്. ഞങ്ങളെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇതിനേപോലെ ഇതേ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇന്നത് തരാട്ടോ എന്ന് ഈ കുഴികളിൽ നടന്നിട്ടോ എന്ന് പറഞ്ഞാൽ ഓരോരുത്തർ ഇങ്ങോട്ട് വിളിച്ച് പറഞ്ഞേക്കുവാണ്. അത് ഞങ്ങൾ നാളത്തെ അത് മേടിച്ച് അത് എത്രയും പെട്ടെന്ന് ആ കുഴികളിലെല്ലാം ഞങ്ങൾ നടാൻ തന്നെ തീരുമാനിക്കുക. ഇതിന് എത്രയും പെട്ടെന്ന് അധികാരികളുടെ കണ്ണുറപ്പിക്കാനാണ് ഞങ്ങൾ ശ്രമിക്കുന്നത്. അല്ലാതെ ഞങ്ങൾ ഇതെല്ലാം റോഡെല്ലാം മൊത്തം മണ്ണ് വാരി ഇടണമെന്നോ ചെളി വാരി ഇടണമെന്നൊന്നും ഞങ്ങൾക്ക് ആഗ്രഹമില്ല. എത്രയും പെട്ടെന്ന് അവർ അത്രയെങ്കിലും പെട്ടെന്ന് ഈ റോഡ് എത്രയും പെട്ടെന്ന് ടാർ ചെയ്യാൻ വേണ്ട ഞങ്ങളുടെ ആഗ്രഹം. അത് വാർഡ് കൗൺസിലർ പറഞ്ഞാൽ ചിലപ്പോൾ നോക്കട്ടെ, ഈ മാസം നോക്കട്ടെ, അടുത്ത മാസം നോക്കട്ടെ എന്ന് പറഞ്ഞ് കേട്ട് ഞങ്ങളും മടുത്തു. കയറിയ 1 മാസം കഴിഞ്ഞപ്പോൾ പറഞ്ഞാൽ 8 ലക്ഷം രൂപ അനുവദിച്ചിട്ടുണ്ട്. 4 ലക്ഷം 6-ാം വാർഡിൽ നിന്നും 4 ലക്ഷം 7-ാം വാർഡിൽ നിന്നും. അത് എത്രയും പെട്ടെന്ന് ചെയ്യാമെന്നാണ് ഈ 2 വർഷമായിട്ട് ഞങ്ങൾ പറഞ്ഞു കേൾക്കുന്നത്. ഈ മഴ മാറി വേനൽ മാറി, മഴ മാറി വേനൽ മാറി, എന്നിട്ടും ഈ റോഡിന് മാത്രം യാതൊരു വിധ നടപടികളും അവർ ഇതുവരായിട്ടും കൈക്കൊണ്ടായിട്ടും ഞങ്ങൾക്ക് ഇതുവരായിട്ടും കാണാൻ കഴിഞ്ഞിട്ടില്ല. 8 ലക്ഷം രൂപ അനുവദിച്ചതായി വാർഡ് കൌൺസിലർമാർ അറിയിച്ചു. ടെൻഡർ നടപടികൾ ഡിസംബറിനുള്ളിൽ പൂർത്തിയാകുമെന്നും അവർ വ്യക്തമാക്കി. ലോക മനുഷ്യാവകാശ ദിനാചരണത്തിന്റെ ഭാഗമായി ജനാധിപത്യ മഹിളാ അസോസിയേഷൻ തൊടുപുഴയിൽ ജാഗ്രതാ സദസ്സ് സംഘടിപ്പിച്ചു. സ്ത്രീകൾക്കെതിരായ അതിക്രമം എന്ന വിഷയത്തിൽ നടന്ന സെമിനാർ MC ജോസഫൈൻ ഉദ്ഘാടനം ചെയ്തു. തൊടുപുഴ KK കൃഷ്ണപിള്ള സ്മാരക ഹാളിലായിരുന്നു പരിപാടി. അധികാര സ്ഥാനങ്ങളിലിരിക്കുന്നവർ പോലും സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളെ ലഘൂകരിക്കുകയും അതിൻ്റെ സാമൂഹ്യമായ ഗൗരവം, ഇത്തരം സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് ശക്തമായി പ്രസ്താവിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യേണ്ട അധികാര കേന്ദ്രങ്ങളിൽ ഇരിക്കുന്നവർ പോലും സ്ത്രീകൾക്ക് നേരെ നടക്കുന്ന അതിക്രമങ്ങളെ ലഘൂകരിച്ച് കാണുന്ന സമീപനങ്ങൾ ശരിയല്ല എന്ന അഭിപ്രായം ആ സന്ദർഭത്തിൽ തന്നെ നമ്മുടെ രാജ്യത്ത് ഉയർന്നു വരികയുണ്ടായി. ചൌട്ടാലയുടെ അഭിപ്രായ പ്രകടനത്തിനെതിരെ അതിശക്തമായിട്ടുള്ള എതിർ പ്രസ്താവനകൾ മഹിളാ അസോസിയേഷന്റെ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ആ സന്ദർഭത്തിലുണ്ടായി. ഹരിയാനയിൽ നടക്കുന്ന ഓണർ കില്ലിങ് സമുദായ അഭിമാനത്തിന്റെ പേരിൽ പ്രണയിക്കുന്ന അല്ലെങ്കിൽ വിവാഹം കഴിക്കുന്ന സ്ത്രീ പുരുഷന്മാരെ ആ പ്രണയ വിവാഹം അല്ലെങ്കിൽ വിവാഹം സമുദായത്തിന്റെ ശീലങ്ങൾക്കും അതിൻ്റെ നടപടിക്രമങ്ങൾക്കും യോജിച്ച വിധത്തിലല്ല എന്ന് പറഞ്ഞിട്ട് സമുദായത്തിന്റെയും കുടുംബത്തിന്റെയും അഭിമാനം നിലനിർത്താൻ ആ ദമ്പതികളെ കൊല്ലുന്ന സമ്പ്രദായം വടക്കേ ഇന്ത്യയിലെ ഇത്തരം സംസ്ഥാനങ്ങളിൽ വളരെ കൂടുതലാണ്. വെൽഫെയർ പാർട്ടി ഓഫ് ഇന്ത്യ ഇടവെട്ടി പഞ്ചായത്ത് കമ്മിറ്റി പ്രഖ്യാപനം നടന്നു. ഇടവെട്ടിയിൽ നടന്ന യോഗം പാർട്ടി സംസ്ഥാന സെക്രട്ടറി EA ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് KS സുബൈർ മുഖ്യപ്രഭാഷണം നടത്തി. നിയോജക മണ്ഡലം പ്രസിഡന്റ് MK ജനാർദ്ദനൻ അധ്യക്ഷനായിരുന്നു. ഡോക്ടർ നസിയ ഹസൻ, ഷിബു പുത്തൂരൻ, അബ്ദുൾ അസീസ് തുടങ്ങിയവർ സംസാരിച്ചു. കാരണം ഇപ്പോൾ വെൽഫെയർ പാർട്ടിയാണ് ജീവിത വിശുദ്ധിയുള്ള ആളുകൾ നേതൃത്വം നൽകുന്ന പാർട്ടി. ആരാണ് ഈ ചൂണ്ടിക്കാണിക്കാം? നല്ലതുപോലെ സ്വന്തമായി അധ്വാനിച്ച് കുടുംബം പുലർത്തുന്നവർ, നാട്ടുകാരുടെ കാശുകൊണ്ട് കുടുംബം നോക്കാത്ത ആളുകൾ. നമുക്കറിയാം, നമ്മുടെ നാട്ടിൽ പല നേതാക്കന്മാരും കാലത്ത് അരിക്ക് കഴിച്ച വസ്ത്രമിട്ട് ഒരു ജോലിക്കും പണിക്കും പോവാതെ രാഷ്ട്രീയം പറഞ്ഞ് നടത്തുന്ന ആളുകൾ. അവരുടെ വീടുകളിൽ ചെന്നാൽ അറിയാം അവരെ കുറിച്ചുള്ള വീട്ടുകാരുടെ പ്രതികരണം. ഞാനൊരു 6ാം ക്ലാസ് മുതൽ KSUവിലൂടെ കോൺഗ്രസിൽ പ്രവർത്തിച്ച മനുഷ്യനാണ്. അപ്പൊ ഇടയ്ക്ക് വല്ല മണ്ഡലം പ്രസിഡന്റ് വീട്ടിൽ പോയാൽ ഭാര്യ അവിടെ നിന്ന് വരും. ആ കാലത്തോടെ നടക്കുന്നത് പല പേരും പറഞ്ഞ് എന്ന് പറഞ്ഞ് ഭർത്താവിനെ കുറിച്ച് പറയും. അപ്പൊ തന്നെ അറിയാം വീട്ടിലെ അയാളുടെ മതിപ്പ്. ഭാര്യയ്ക്കോ മക്കൾക്കോ
നാട്ടിൽ വലിയ പ്രമാണിയെ നടക്കുന്ന നേതാവിനെ കുറിച്ച് ഒരു കഴിയില്ല. വീട്ടിൽ കാര്യം അന്വേഷിക്കാറില്ല. സ്വന്തം കുടുംബത്തിൽ പോലും അംഗീകാരമില്ലാത്ത ആളുകൾ, സ്വന്തം കുടുംബത്തെ പോലും ഭംഗിയായി മുന്നോട്ട് നയിക്കാൻ കഴിയാത്ത ആളുകൾ, അവരൊക്കെയാണ് പലപ്പോഴും നമ്മുടെ രാഷ്ട്രീയ പാർട്ടിയുടെ നേതാക്കന്മാർ. ആളുകൾക്ക് ജോലി വാങ്ങിച്ചു കൊടുക്കാം, വല്ല ലൈസൻസ് എടുത്തു കൊടുക്കാം, പഞ്ചായത്തിന് വല്ല പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കാം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവരിൽ നിന്ന് വലുത് കിട്ടുന്ന ചില്ലിക്കാശുകൾ കൊണ്ട് ജീവിതം തള്ളി നിൽക്കുന്ന ആളുകൾ, ബാറിലും മറ്റും ചെയറുള്ള ആളുകൾ, മറ്റേ ലോബിക്ക് കൂട്ടുനിൽക്കുന്നു, മണൽ മാഫിയക്ക് കൂട്ടുനിൽക്കുന്നു, കള്ള ലോട്ടറിക്കാർക്ക് സഹായം ചെയ്തു കൊടുക്കുന്നു. അങ്ങനെ നാട്ടിലുള്ള സകല തിന്മകളും വളർത്തിക്കൊണ്ടുവരാൻ കഴിയാവുന്ന വിധത്തിൽ സാഹചര്യമുണ്ടാക്കുന്ന കപട രാഷ്ട്രീയക്കാരെ കൊണ്ട് നിലവിലുള്ള രാഷ്ട്രീയ പാർട്ടികൾ നിറഞ്ഞു. ഹാൻഡ് ബ്രേക്ക് റിലീസായതിനെ തുടർന്ന് കുത്തിറക്കത്തിലേക്ക് ഉരുണ്ട കാറിൽ ചാടിക്കയറി വാഹനം നിർത്തി അമ്മയെയും കുഞ്ഞിനെയും രക്ഷിച്ച യുവാവിനെ റോഷി അഗസ്റ്റിൻ MLA വീട്ടിലെത്തി അനുമോദിച്ചു. കട്ടപ്പന ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെത്തിയ തിരുവനന്തപുരം സ്വദേശി സുരേഷ് കുമാറിന്റെ ഭാര്യയും കുഞ്ഞുമാണ് കാറിൽ ഉണ്ടായിരുന്നത്. സംഭവം കണ്ടുനിന്ന നീലുകുന്നേൽ ബിപിൻ കുമാർ വണ്ടിയിൽ ചാടിക്കയറി ഹാൻഡ് ബ്രേക്ക് വലിക്കുകയായിരുന്നു. സമൂഹത്തിലുണ്ടാകുന്ന ഇത്തരം നല്ല കാര്യങ്ങളെ മനസാക്ഷ്യപരമായി ഉയർത്തിക്കാട്ടുക എന്നുള്ളത് പൊതുപ്രവർത്തനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നമ്മുടെ രാജ്യത്തിന്റെ ഭരണാധികാരികളിൽ മാത്രം നിക്ഷിപ്തമായിരിക്കുന്നതല്ല. സമൂഹത്തിന്റെ ഘടനാപരമായ മാറ്റങ്ങൾക്കനുസരിച്ച് ഉയർന്നു പ്രവർത്തിക്കുന്ന വ്യക്തിത്വങ്ങൾ അവർ നൽകുന്ന സംഭാവനകളാണ് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷിതത്വവും അഭിമാനവും ഉറപ്പുവരുത്തുന്നത്. കട്ടപ്പനയിൽ വെച്ച് നടന്ന സംഭവത്തെ സംബന്ധിച്ച് ഇരു കുടുംബങ്ങളും ഒരേ ആവശ്യത്തിന് വേണ്ടി ഒരിടത്ത് എത്തിച്ചേരുകയും എന്നാൽ സംഭവ സ്ഥലത്ത് ഉണ്ടായിരുന്ന ബിബിന് അപകടം ഉണ്ടാകുന്നു എന്നറിഞ്ഞ് സ്വയം ജീവൻ പോലും ബലിയർപ്പിച്ച് അകത്തെ കയറി ആ വണ്ടി നിയന്ത്രിക്കാൻ കഴിയുന്ന സ്ഥിതി സംജാതമാവുകയും ചെയ്തതുകൊണ്ടാണ് നമുക്കിന്നിവിടെ നിൽക്കാനും ഇതിൽ പങ്കെടുക്കാനും അഭിനന്ദിക്കാനും അവസരം കൊടുക്കുന്നത്. അതിന് തയ്യാറാകേണ്ട ഒരു മനസ്സ്, അതിനുവേണ്ടി പ്രാപ്യമായ ഒരു ഹൃദയം, തീർച്ചയായിട്ടും അത് വളരെ വിലപ്പെട്ടതാണ്. മനുഷ്യജീവൻ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള പോരാട്ടത്തിന്റെ പാതയിൽ വളരെ തീവ്രമായിട്ടുള്ള ഒരു ശക്തിയും കഴിവും അദ്ദേഹത്തിന് ദൈവത്തിന്റെ കരങ്ങളാൽ ലഭിച്ചു എന്നുള്ളതാണ് സത്യം. അത് നമുക്ക് അഭിമാനം നൽകുന്നു. നമ്മുടെ നാടിന്, നമ്മുടെ സമൂഹത്തിന് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കേണ്ടതും അത്തരം ധീരത നമ്മുടെ സമൂഹത്തിൽ വളർന്നു വരുന്ന കുഞ്ഞുങ്ങൾക്കും തലമുറകൾക്കും കൈമാറി കൊടുക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ശ്രമത്തിൽ പങ്കുചേരാൻ പ്രേരണ നൽകുന്നതിനുമായി ഞാൻ ഈ വിഷയം തീർച്ചയായിട്ടും ഗവൺമെന്റ് ശ്രദ്ധയിൽ കൊണ്ടുവരും. പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുമായും മാണി സാറുമായും അതോടൊപ്പം നമ്മുടെ ബഹുമാനപ്പെട്ട ജോസഫ് സാറുമായും സംസാരിച്ചതിന് ശേഷം ഇത്തരം കാര്യങ്ങളെ കുറിച്ചിട്ടുള്ള ഉത്തമമായ ബോധ്യം ജനഹൃദയങ്ങളിൽ എത്തിക്കാൻ വേണ്ടി ശ്രമിച്ച വരും കാലങ്ങളിൽ സംസ്ഥാന സർക്കാർ നൽകുന്ന അംഗീകാരത്തിന് പ്രാപ്യമാക്കാനുള്ള ശ്രമങ്ങൾ നമുക്ക് ആരംഭിക്കേണ്ടതായിട്ടുണ്ട് എന്നുകൂടി ഞാൻ കരുതുന്നു. തൊടുപുഴ ജെസിന്റെ പുതിയ ഭാരവാഹികൾ ചുമതലയേറ്റു. ഡോക്ടർ ഷെറിൻ ജോസ് പ്രസിഡന്റും സാജു ഫ്രാൻസിസ് സെക്രട്ടറിയായും പോൾസൺ സേവ്യർ ട്രഷററായും ചുമതലയേറ്റു. സോൺ പ്രസിഡന്റ് ജെറിൻ തോമസ് മുഖ്യാതിഥിയായിരുന്നു. Serve as a living example of this organization's philosophy and belief, and will uphold and enforce. നമ്മുടെ പാസ് ഓൺ പ്രസിഡന്റ് ആയിരുന്ന അഡ്വക്കേറ്റ് ഷൈൻ ടി ഭാസ്കറിന്റെ നേതൃത്വത്തിലേക്കുള്ള വളർച്ച കണ്ടുകൊണ്ട് second question. Now another thing is that we have got a world vice president. രണ്ട് പോസ്റ്റ് JCI ഇന്റർനാഷണലിൽ കിട്ടുക പലപ്പോഴും സാധിക്കാത്തൊരു കാര്യം. സോ ദിസ് ഐ ആം ടെല്ലിംഗ് 2013 എപ്പോഴും നിർഭാഗ്യങ്ങളുടെ ഒരു നമ്പറാണെന്ന് പറയാറുണ്ട്. You have to prove that wrong. 2013 വർഷത്തേക്ക് അസുലഭമായിട്ടുള്ള നിമിഷം. And again one more thing is that we are getting the national convention after 23 years. So a lot of things are happening around us. അത് ഏറ്റവും സന്തോഷമുള്ള കാര്യം. Now friends, ഒരു വലിയ മഴ പെയ്ത് തോർന്നു നിൽക്കുന്ന സമയത്ത് ചെറുങ്ങി പെയ്യുന്ന ഒരു മഴയ്ക്ക് വലിയ അർത്ഥമില്ല. ഒരു കീനോട്ട് സ്പീക്കർ ദാറ്റ് one of the most sought out keynote speaker in our zone, and വളരെ വലിയൊരു ക്ഷേത്രത്തെ പ്രസംഗം കഴിഞ്ഞിട്ട് ഒരു അധിക പ്രസംഗിയാവുന്നില്ല. Still, I have seen the reports of your president for the year 2012. Yes, Dr. Mohan.
Actually, lot of hard work has been. മികച്ച വികലാംഗ ജീവനക്കാരന് സാമൂഹ്യനീതി വകുപ്പ് ഏർപ്പെടുത്തിയ അവാർഡ് റവന്യൂ വകുപ്പിലെ ആർ ബിജുമോൻ ഏറ്റുവാങ്ങി. മന്ത്രി MK മുനീർ, കൊച്ചി മേയർ ടോണി ചമ്മണി എന്നിവർ ചേർന്നാണ് അവാർഡ് സമ്മാനിച്ചത്. മന്ത്രി K ബാബു, ഹൈബി ഈഡൻ MLA തുടങ്ങിയവർ പങ്കെടുത്തു.